എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണം കൊലപാതകമെന്ന് കെ നവീൻ ബാബുവിന്റെ കുടുംബം സംശയമുന്നയിക്കുന്നതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ല എന്ന് നവീൻ ബാബുവിന്റെ ബന്ധു പ്രതികരിച്ചു. നവീൻ ബാബുവിന്റെ ദേഹത്ത് സംശയകരമായ പരുക്കുകളോ മുറിവുകളോ ഇല്ല. ആന്തരാവയവങ്ങളിൽ അസ്വാഭാവികതയില്ല. കെ നവീൻ ബാബുവിന്റേത് തൂങ്ങിമരണം തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം സർക്കാർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തെ കുടുംബം തള്ളുകയാണ്. മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ കുടുംബത്തെ അറിയിച്ചില്ലെന്നാണ് പരാതി. പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും കോഴിക്കോട് നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ. ഇൻക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത ശേഷമാണ് നമ്മൾക്കുമായിട്ട് ഫസ്റ്റ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചാർട്ട് എടുക്കാൻ വേണ്ടി വരുന്ന ആളല്ലേ. കെ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയിക്കാൻ കാരണങ്ങളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇന്നലെ എതിർ സത്യവാങ്മൂലം നൽകിയിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കെയാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നത്. 24 പത്തനംതിട്ട.